ഹലോ ഗായ്സ്, ഹൈദരാബാദ് മലോസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ ക്യാമ്പ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ സ്ഥിരം നിൽക്കുന്ന ഒരു ഹോസ്പിറ്റലല്ല, അവരൊരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആ യാത്രാ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടല്ലോ. അപ്പോൾ വേഗം പോരേ. അപ്പോൾ ആദ്യം തന്നെ നേരം പരപരാ വെളുത്ത് രാവിലെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഏകദേശം ഒരു 45 മിനിറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള വേറെ 2 ഡോക്ടേഴ്സാണിത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് ഞാൻ പോകുന്നത്. ഇവിടുത്തെ റോഡെല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി കാർ നിർത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് പട്ടി ഇങ്ങനെ കിടന്നുറങ്ങുന്നത്. എന്ത് രസമായിരുന്നു അറിയാം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഓൾറെഡി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. വഴിയോര കച്ചവടത്തിൽ നിർത്തിക്കുന്ന ഒരു വണ്ടിക്കാരൻ്റെ നിന്നാണ് അടിപൊളി നല്ല ബോണ്ട പറഞ്ഞാൽ ഒരു മൈസൂർ ബോണ്ടയാണ് സംഭവം. മാവ് വെച്ച് ഉണ്ടാക്കുന്ന അടിപൊളി നല്ല ടേസ്റ്റാണിത്. പിന്നെ അവിടുന്ന് വീണ്ടും ഇറങ്ങി തിരിച്ചിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഒരു വഴി എപ്പോഴും എൻ്റെ ഫേവറേറ്റ്, കാരണം എന്താ വെച്ചാൽ ഇത് കാണുമ്പോൾ എനിക്ക് കേരളം ഓർമ്മ വരും. അവിടുത്തെ പോലെയാണ് ഏകദേശം 2 സൈഡിൽ നിറയെ മരങ്ങളും ആകെ അവിടെ അടിപൊളി ഒരു വൈബാണ് ഈ ഒരു റോഡ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ മാത്രം നമുക്ക് വാഴല കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതൊരു വാഴലേൻ്റെ കൂട്ടമാണത്. നമുക്ക് ഇവിടെ മാത്രമാണ് വാഴ കിട്ടുക. അത് വാങ്ങിക്കാനൊന്നല്ല, മീൻസ് അവർ കൃഷി ചെയ്യുന്നതാണ്. നമുക്കിടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ തരുകയൊക്കെ ചെയ്യും. വേറെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഏരിയയിലൊന്നും കിട്ടത്തില്ല. പിന്നെ എല്ലാം ശേഷം എത്തിയത് ആ ഹോസ്പിറ്റലിൽ എത്തി. നിറയെ തിരക്കുണ്ട്, നല്ല പേഷ്യൻസ് ഉണ്ടായിരുന്നു. ഇന്ന് ഓപ്പണിംഗ് ആയിരുന്നു, അതുകൊണ്ട് ഇന്നൊരു ഫ്രീ ക്യാമ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു സാധാ വില്ലേജാണ്, അടിപൊളിയാണ്. ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ ഒരു കൾച്ചറാണെങ്കിലും എല്ലാം കണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ഒന്ന് പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വില്ലേജാണ്. നല്ല ഇവിടുത്തെ ഒരു വീടുകൾ കാണാനാണ്, ചെറിയ 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 വീടുകളാണ്. നമ്മൾക്ക് എത്ര ബംഗ്ലാവ് ഉണ്ടായാലും മതിയാവില്ല പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം നോക്കുമ്പോൾ നമ്മൾക്ക് എന്തോരം ഭാഗ്യവാന്മാരാണെന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. പിന്നെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ക്യാമ്പെല്ലാം കഴിഞ്ഞ് വൈകിട്ടാകുമ്പോഴേക്കും തിരിച്ചത് ആ ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഒരു ഏരിയയാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറഞ്ഞാൽ റെഡ് സോയിലാണ്. ഇവിടെ ചുവന്ന മണ്ണാണ് ഈ ഒരു ഭാഗത്ത് ഫുള്ളും. ഇവിടെ അടുത്തുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.